സൈബർ തട്ടിപ്പും ഹാക്കിങ്ങും ഒക്കെ സ്ഥിരം സംഭവമായി കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. സൈബർ തട്ടിപ്പുകാർ ഓരോ മാസവും പുതിയ തട്ടിപ്പ് രീതിയുമായാണ് എത്തുന്നത്. ഇപ്പോൾ ഇതാ പുതിയ കെണിയിൽ വീഴാതിരിക്കാൻ വാട്സപ്പ് ഉപയോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. സൈബർ ആക്രമണങ്ങൾ നേരിടാനും സൈബർ സുരക്ഷ ഉറപ്പാക്കാനും ചുമതലയുള്ള രാജ്യത്തെ പ്രധാന ഏജൻസിയാണിത്. വാട്സപ്പിലെ ഡിവൈസ് ലിങ്കിംഗ് ഫീച്ചറാണ് സൈബർ കുറ്റവാളികളുടെ പുതിയ കെണി. പാസ്വേഡുകൾ ഹാക്ക് ചെയ്യാതെയോ സെക്യൂരിറ്റി അലേർട്ടുകൾ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെയോ ആക്രമണകാരികൾക്ക് ഉപയോക്താവിന്റെ വാട്സപ്പ് സന്ദേശങ്ങളും മീഡിയയും രഹസ്യമായി ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. ഹായ്, ഈ ഫോട്ടോ പരിശോധിക്കുക എന്ന മെസ്സേജ് ആയിരിക്കും ആദ്യം ലഭിക്കുക. ഒപ്പമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് പിന്നാലെ വാട്സപ്പ് അക്കൗണ്ട് പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യാൻ സന്ദേശം അയച്ചവർക്ക് കഴിയും. വാട്സപ്പ് സപ്പോർട്ട് സർവീസിൽ നിന്നോ ഏതെങ്കിലും കമ്പനിയിൽ നിന്നോ ഡെലിവറി സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ നേരത്തെ ഹാക്ക് ചെയ്ത നമ്മുടെ കോണ്ടാക്റ്റിൽ തന്നെയുള്ള മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിന്നോ ഒക്കെയാവും ഈ സന്ദേശം വരിക. എന്തെങ്കിലും എമർജൻസി ആണെന്ന് പറഞ്ഞു തരുന്ന QR കോഡിലോ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് അവർ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ട് അവരുടെ നിയന്ത്രണത്തിലാകും. ഇത് ഗോസ്റ്റ് പെയറിംഗ് എന്നും അറിയപ്പെടുന്നു. പെയറിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് അക്കൗണ്ടുകളുടെ നിയന്ത്രണം സൈബർ കുറ്റവാളികൾ ഏറ്റെടുക്കുക. മറ്റ് സൈബർ തട്ടിപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ആക്രമണകാരി നിങ്ങളുടെ വാട്സപ്പ് ഹൈജാക്ക് ചെയ്താലും നിങ്ങൾ അതറിയില്ല. അതിനാൽ തന്നെ അജ്ഞാതമായ സന്ദേശങ്ങളിലോ സംശയം തോന്നുന്ന ലിങ്കുകളിലോ ക്ലിക്ക് ചെയ്യരുത്. വാട്സപ്പ് വെരിഫിക്കേഷൻ കോഡുകൾ ആരുമായും പങ്കിടരുത്. സെറ്റിംഗ്സിൽ പോയി ലിങ്ക്ഡ് ഡിവൈസുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാത്ത മറ്റേതെങ്കിലും ഡിവൈസുകൾ പെയർ ആയിട്ടുള്ളതായി കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ അത് നീക്കം ചെയ്യുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓണാക്കിയിട്ടാൽ അത് കൂടുതൽ സുരക്ഷ നൽകുകയും പുറത്തു നിന്നുള്ളവർക്ക് അനധികൃത ആക്സസ് കിട്ടുന്നത് ഒരു പരിധിവരെ തടയുകയും ചെയ്യും.